Good afternoon, all. Good afternoon, ma'am. Good afternoon, Miss. Good afternoon. നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് ഓടിംഗ് സൈക്കിളിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. ഓർമ്മയുണ്ടോ? നമ്മള് 7 സ്റ്റേജസിലൂടെയാണ് ഓടിംഗ് സൈക്കിൾ പോകുന്നത്. ഫസ്റ്റ് ഐഡന്റിഫൈ ദ ടോപ്പിക് ഓർ പ്രോബ്ലം ടു ബി ഓഡിറ്റ്. നമ്മൾ ഏതാണ് ടോപ്പിക് ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യേണ്ട പ്രോബ്ലം എന്താണ് എന്നതാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത്. ഐഡന്റിഫൈ ദ ടോപ്പിക് ഓർ പ്രോബ്ലം ടു ബി ഓഡിറ്റഡ്. എന്താണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ നോക്കാം. സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ എഗ്രി ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബെസ്റ്റ് പെർഫോമൻസ്. നമുക്ക് സ്റ്റാൻഡേർഡ് വേണം അല്ലെ, നമ്മള് ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇതേപോലെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും അല്ലെ, ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. അങ്ങനെ സെറ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യും, എഗ്രി ചെയ്യും. ഇതേ സ്റ്റാൻഡേർഡിലൂടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. എന്നിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഡിഫൈൻ മെത്തഡോളജി. ഓഡിറ്റ് ചെയ്യുന്ന മെത്തേഡ് അത് എങ്ങനെയാണെന്നാണ് ഡിഫൈൻ മെത്തഡോളജിയിൽ നമ്മൾ നോക്കുന്നത്. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ പൈലറ്റ് ഒരു ഡാറ്റ കളക്ഷൻ ആണ്. പൈലറ്റ് സർവേ എന്താണെന്ന് മനസ്സിലായല്ലോ. പൈലറ്റ് സർവേ കണ്ടക്ട് ചെയ്യുക, സാമ്പിൾ സർവേ കണ്ടക്ട് ചെയ്യുക. ഏതൊരു മെത്തേഡിലൂടെയും നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റാസ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നതാണ് പൈലറ്റ് ആൻഡ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ വരുന്നത്. അനലൈസ് ആൻഡ് റിപ്പോർട്ടിംഗ്. നമ്മൾ ഈ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസ് കാര്യങ്ങൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. പിന്നെ നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. Then പൈലറ്റ് ആൻഡ് ഡാറ്റ കളക്ഷൻ അനലൈസ് റിപ്പോർട്ട് പറഞ്ഞു. സിക്സ്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മേക്ക് റെക്കമെൻഡേഷൻ. റെക്കമെൻഡേഷനെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുത്തേണ്ടത്, എന്തെല്ലാം ചേഞ്ചസ് വരുത്തണം എന്നതിനെ കുറിച്ചിട്ടൊരു റെക്കമെൻഡേഷൻ കാര്യം നമ്മുടെ സജഷൻ ഓഡിറ്റ് ടീമിന്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, സജസ്റ്റ് ചെയ്യും. ഇതിന്റെ ചേഞ്ചസ് ഓർഗനൈസേഷനിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, സജസ്റ്റ് ചെയ്യും. ദെൻ ആണ് ഇംപ്ലിമെന്റിംഗ് ചേഞ്ചസ്. ഈ റെക്കമെൻഡേഷൻ അനുസരിച്ച് നമ്മൾ ആ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ചേഞ്ചസ് നടപ്പിലാക്കും. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് റീ ഓഡിറ്റ്. എന്താണ് വീണ്ടും നമ്മൾ അത് എന്ത് ചെയ്യും, ഓഡിറ്റ് ചെയ്യും. ഈ പറഞ്ഞ അനുസരിച്ച് തന്നെയാണോ ഓഡിറ്റിംഗ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി റീ ഓഡിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നിങ്ങൾ സൈക്കിൾ കാണുന്നില്ലേ, ഓരോ സ്റ്റേജസിലൂടെ കടന്നു പോയി വീണ്ടും അതേ സ്റ്റേജസിലൂടെ റീ ഓഡിറ്റ് വരുമ്പോൾ വീണ്ടും നമ്മുടെ ടോപ്പിക് സെലക്ട് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ്സ് എഗ്രി ചെയ്യുന്നു, മെത്തഡോളജി കണ്ടെത്തുന്നു, ഡാറ്റ കളക്ഷൻ, അനലൈസ് ആൻഡ് റിപ്പോർട്ടിംഗ്, റെക്കമെൻഡേഷൻസ്, ആ ചേഞ്ചസ് വരുത്തുന്നു. വീണ്ടും ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ നടക്കും ഇത് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓഡിറ്റ് നമ്മൾ 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലാനിങ്, ഓഡിറ്റ്, ആക്ഷൻ. അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു ലാസ്റ്റ് ക്ലാസ്സിൽ. ഓർമ്മയുണ്ടോ? ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഓരോ സ്റ്റേജസ് എന്താണ്, അങ്ങനെ എന്തെല്ലാം മാറ്റങ്ങളാണ്, എന്തൊക്കെയാണല്ലോ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് എന്താണ്, സ്റ്റേജ് 1 ആണ് ഐഡന്റിഫൈ ദ ടോപ്പിക് പ്രോബ്ലംസ് ടു ബി ഓഡിറ്റഡ്. നമ്മുടെ ടോപ്പിക്, നമ്മുടെ ഏത് ടോപ്പിക്കാണ് ഉദ്ദേശിക്കുന്നത് ആ ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യുക. ആ പ്രോബ്ലം എന്താണ് ഓഡിറ്റ് ചെയ്യുന്നത്. ആദ്യം എല്ലാ പ്രോബ്ലത്തെ കുറിച്ചാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ചൂസ് ദ ഇമ്പോർട്ടന്റ് ക്ലിനിക്കൽ ഇഷ്യൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഓഡിറ്റ് ടീം, ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടീം എന്താണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഇഷ്യൂ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഏരിയ വേർ ഇംപ്രൂവ്മെന്റ് നീഡ്. എവിടെയാണ് ഇംപ്രൂവ്മെന്റ് വേണ്ട ഏരിയാസ്. ഷുഡ് അഫക്ട് പേഷ്യന്റ് കെയർ. നമ്മുടെ പേഷ്യന്റ് കെയർ ചെയ്യുന്നത് എവിടെയാണ്, ഏത് ഏരിയയിലാണ് മെയിൻ ആയിട്ട് പേഷ്യൻസിനെ കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത് കണ്ടിട്ട് നോക്കാം. ഫോർ ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് ടീം. ടീം മീൻസ് ടോപ്പിക് അല്ലെങ്കിൽ പ്രോബ്ലം. ഫോർ ആൻ ക്ലിനിക്കൽ ഓഡിറ്റ് എൻഷുർ ദാറ്റ് നമ്മളൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടീം സെലക്ട് ചെയ്യും. താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
The problems to be audited. എന്താണ് നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ട പ്രോബ്ലം? Has an important impact in terms of cost, resources or risk. നമ്മൾ ഏത് ടീമിനെയാണ് സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇമ്പോർട്ടന്റ് ഇമ്പാക്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ റിസോഴ്സ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ റിസ്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ ഒരു ധാരണയിലേക്ക് വന്നിരിക്കണം. Improvement made on subjective questions can be easily evaluated. നമ്മൾ ചെയ്തിരിക്കുന്ന മാറ്റങ്ങൾ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് ഈസിലി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. And be a source of important clinical and organizational consequences. ഓർഗനൈസേഷനെ നമ്മുടെ ഹോസ്പിറ്റലിനെ അഫക്ട് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കായിരിക്കും നമ്മൾ സൊല്യൂഷൻ കൊണ്ടുവരുന്നത്. ഓക്കെ, വളരെ ഈ ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യണം. അതേപോലെ ഓർഗനൈസേഷൻ കോൺസിക്വൻസ് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്തത് ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. There is some strong scientific evidence available. ചില നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസ് കാര്യങ്ങളും അവൈലബിൾ ആവണം. ഗൈഡ് ലൈൻസ് വേണം. ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്യണം, അതിന് വേണ്ട റെഗുലേഷൻസ് ഗൈഡ് ലൈൻസ് കാര്യങ്ങൾ വേണം. സിസ്റ്റമാറ്റിക് റിവ്യൂ. നമ്മൾ ആ ഒരു കാര്യം സിസ്റ്റമാറ്റിക്കലി റിവ്യൂ ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. എന്താണ് മാറ്റം വന്നിരിക്കുന്നത്, അതിനനുസരിച്ച് പേഷ്യൻസ് കംഫർട്ടബിൾ ആണോ, പേഷ്യന്റ് കെയർ കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് നടത്തുമ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും ആ ഡാറ്റാസ് കാര്യങ്ങൾ കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇൻഫർമേഷൻസ് കാര്യങ്ങളും ഈസിലി കളക്ട് ചെയ്യാൻ പറ്റണം. അത് ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിനെ അഫക്ട് ചെയ്യുന്നതായിരിക്കണം. നമ്മുടെ പേഷ്യൻസിന് നല്ല രീതിയിൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് സ്റ്റഡി നടത്തുന്നത്. ഓക്കെ, ഓക്കെയാണോ? പോയിന്റ് ഐഡന്റിഫൈ ദ ടോപ്പിക് ആൻഡ് പ്രോബ്ലം ടു ബി ഓഡിറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഡിറ്റ് പ്രോബ്ലം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ കോസ്റ്റ് ഓഫ് റിസോഴ്സ് അഫക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാൻ. കാരണം ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ നമ്മൾക്ക് ചേഞ്ച് ചെയ്യുന്ന ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവും. നമ്മൾ ആ ഒരു പ്രോബ്ലം മനസ്സിലാക്കി അതിന് വരുന്ന മാറ്റങ്ങൾ നമുക്ക് ഈസിലി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതേപോലെ തന്നെ ക്ലിനിക്കൽ ആൻഡ് ഓർഗനൈസേഷണൽ കോൺസിക്വൻസ് കാര്യങ്ങളും വരുമ്പോൾ അതനുസരിച്ച് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കണം. സോൾവ് ചെയ്ത നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യാം, അത് അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെ ഓർഗനൈസേഷനിൽ മെയിൻ ആയിട്ട് ഫേസ് ചെയ്ത കോൺസിക്വൻസ് സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആ പ്രോബ്ലംസിനെ ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത്, ഓഡിറ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിട്ട് ഒന്ന് റീഡ് ചെയ്യോ? എല്ലാവരും ഒന്ന് മനസ്സിൽ റീഡ് ചെയ്യോ? ഓക്കെ, then നമ്മൾ നോക്കുന്നത് agree the standard of best performance. നമ്മൾ യൂസ് സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് നമ്മൾ യൂസ് ചെയ്യണം. പ്രോബ്ലംസ് വരുമ്പോൾ ആ ഒരു ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് നോക്കിയിട്ട് അത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാൻഡേർഡിന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യാനായിട്ട്. കറക്റ്റ് ആയിട്ട് നമ്മൾ ആ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ. ഈ സ്റ്റാൻഡേർഡ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ഇന്നതാണ് ക്ലാരിറ്റി വേണം. നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ് വ്യക്തമായിട്ട് വേണം നമ്മൾ സ്റ്റേറ്റ് ചെയ്യാനായിട്ട്.
സ്റ്റാൻഡേർഡ് ഷുഡ് ബി ക്ലിയർ ആൻഡ് മെഷറബിൾ. ക്ലിയർ ആയിരിക്കണം, നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ബേസ്ഡ് ഓൺ സയന്റിഫിക് എവിഡൻസ്. സയന്റിഫിക് എവിഡൻസിന് ബേസിലായിരിക്കണം നമ്മൾ ആ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യാനായിട്ട്. The source from which criteria and standard can be derived may be international guidelines. നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡിന്റെ സോഴ്സ് നമ്മൾ ഡെറൈവ് ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ ഗൈഡൻസ് നോക്കിയിട്ട് വേണം നമ്മൾ ഡെറൈവ് ചെയ്യാൻ. അല്ലെങ്കിൽ സയന്റിഫിക് ലിറ്ററേച്ചർ പറയില്ലേ, സയന്റിഫിക് എവിഡൻസിന്റെ ബേസ്ഡ് വേണം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ. തേർഡ് കോൺസിക്വൻസ്, നമ്മൾ അങ്ങനെ വരുന്ന കോൺസിക്വൻസ്, ആ ഒരു കോൺസിക്വൻസ് എന്തൊക്കെയാണ് എക്സ്പെർട്സും കാര്യങ്ങളും മനസ്സിലാക്കണം. ഡാറ്റ ഒബ്റ്റെയിൻഡ് ബൈ അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. നമ്മുടെ ആ ഡാറ്റാസും കാര്യങ്ങളും ഒബ്റ്റെയിൻ ചെയ്യണം. മറ്റു ഹെൽത്ത് ഫെസിലിറ്റീസ് കിട്ടുന്ന ഡാറ്റാസും കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ളത് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം. എന്നുവെച്ചാൽ പുറമേയുള്ള ഹോസ്പിറ്റൽസ് എങ്ങനെയാണ് ആ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് പേഴ്സണൽ കേസ് സ്റ്റഡീസ്, ഓരോ ഇൻഡിവിജ്വലി നമ്മൾ ഓരോ പേഴ്സണൽ കേസ് സ്റ്റഡീസ് നടത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നടത്താനായിട്ട് ബാധ്യതരാണ്. അതിനുശേഷം മാത്രമേ നമ്മൾ ആ സ്റ്റാൻഡേർഡ്, നമ്മൾ ഒരു ആക്ടിവിറ്റി ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളെങ്കിൽ അങ്ങനെ മാത്രം അത് കറക്റ്റ് ചെയ്യണം. ഡിഫൈൻ മെത്തഡോളജി ആണ് നമ്മളുടെ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും ഒരു സിമ്പിൾ ആയിട്ടൊരു സെന്റൻസ് അല്ലേ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെയല്ല. നമ്മൾ ഡിസൈഡ് ടൈപ്പ് ഓഫ് ഓഡിറ്റ്, ഇങ്ങനെയുള്ള ടൈപ്പാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഡിസൈഡ് ഡാറ്റ സോഴ്സ് ആൻഡ് സാമ്പിൾസ്. നമ്മൾ ഇത് ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡാറ്റാസ് കിട്ടും, അതിന്റെ അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് സാമ്പിൾസും എങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും. ഹൗ പ്ലാൻ ഹൗ ഡാറ്റ വിൽ ബി കളക്റ്റഡ്. ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യണം, അതാണ് ഓഡിറ്റ് പ്രോസസ് ചൂസൺ. മെത്തേഡ് ഓർ ടൈപ്സ് ഓഫ് ഓഡിറ്റ് പ്രോസസ് ചൂസൺ ഡിപ്പെൻഡിങ് ഓൺ ഓഡിറ്റ് ഒബ്ജക്റ്റീവ്. നമ്മൾ ഓഡിറ്റിന്റെ ആ ഒരു ടോപ്പിക് അനുസരിച്ച് നമ്മൾ ഏത് ടൈപ്പ് ഡാറ്റാസ് കളക്ട് ചെയ്യണം, ഏത് മെത്തേഡ് ഓഫ് ഓഡിറ്റ് പ്രോസസ് നമ്മൾ ഫോളോ ചെയ്യണം എന്നൊരു ഡിസിഷനിലേക്ക് നമ്മൾ വരുള്ളൂ. ഇനി ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് പൈലറ്റ് ഡാറ്റ കളക്ഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ടെസ്റ്റ് ഡാറ്റ കളക്ഷൻ ഓൺ സ്മോൾ സ്കെയിൽ. പൈലറ്റ് ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സാമ്പിൾ ആയിട്ട് നമ്മൾ ഡാറ്റാസ്, നമ്മളിപ്പോ ആദ്യം ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു എന്താ പറയാ ഒരു ട്രയൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പൈലറ്റ് ഡാറ്റ കളക്ഷൻ കണ്ടക്ട് ചെയ്യും. നമ്മുടെ ഡാറ്റാസ് ഒരു ട്രയൽ പോലെ കുറച്ച് പേഷ്യൻസിന് കേസ് കാര്യങ്ങളൊക്കെ നോക്കി അത് കളക്ട് ചെയ്യും. മനസ്സിലാകും അതിന്റെ ഡിറ്റെയിൽസ് കാര്യങ്ങളും. അതേപോലെ പിന്നെ റീഡിസൈൻ ചെയ്യേണ്ടതുണ്ടോ, വീണ്ടും പൈലറ്റ് ഡാറ്റ കളക്ഷൻ കണ്ടക്ട് ചെയ്യണോ, ഒരു സാമ്പിൾ സ്റ്റഡി നടത്തുന്നു. നമ്മുടെ ട്രയൽ ഡാറ്റ കളക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിനാണ് പൈലറ്റ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ട്രയൽ നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കൂലേ, അതേപോലെ തന്നെ ഡാറ്റ കളക്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രയൽ ചെയ്യും. ഒരു പ്രാവശ്യം നമ്മൾ കുറച്ച് പേഷ്യൻസിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു. അതിനെയാണ് ഈ പൈലറ്റ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. നോക്കാം, ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് പൈലറ്റ് ഡാറ്റ കളക്ഷൻ ആണ്. ഓൾവേസ് ഡു പൈലറ്റ്. നമ്മളൊരു ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം ചെയ്യാൻ പോവാണ്. സോ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ടെസ്റ്റ് ചെയ്യാം, ഡാറ്റ കളക്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മളുടെ പോരായ്മകൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡാറ്റാസ് കാര്യങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണം. Look at 2 or 3 patients case or records. രണ്ടോ മൂന്നോ പേഷ്യൻസിനെ കുറിച്ചിട്ട് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് അതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെയ്യും. Check whether your audit design but by testing it in few cases. നമ്മൾ few cases select ചെയ്തപ്പോൾ നമ്മുടെ ഓഡിറ്റ് ഡിസൈൻ വർക്ക് ആകുന്നുണ്ടോ എന്തോന്ന് ചെക്ക് ചെയ്യാം. വർക്ക് ആകുന്നുണ്ടെങ്കിൽ നോക്കിയാണ് നമുക്ക് നേരെ നമുക്ക് ഡാറ്റ കളക്ഷനിലേക്ക് പോവാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, വീണ്ടും റീഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് വരും. വീണ്ടും ചിലപ്പോൾ പൈലറ്റ് ചെയ്ത് വരും. പിന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ കളക്ഷനിലേക്ക് വരുന്നത്. ഇത് പറയുന്നുണ്ട് വേ ഓഫ് കളക്ടിങ് ഡാറ്റ. നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും, ഡാറ്റാസ് എങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും. ഡാറ്റാസ് can be obtained from patients notes. നിങ്ങൾക്ക് അറിയാം, പേഷ്യൻസ് നോട്ട്സ് കളക്ട് ചെയ്ത് അതിൽ തന്നെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം,
സ്റ്റഡീസ് നടത്താം. അല്ലെങ്കിൽ ബൈ ഇന്റർവ്യൂ ദ പേഷ്യൻസ് ഓഫ് സ്റ്റാഫ്, നമ്മൾ ഇന്റർവ്യൂ ചെയ്യാം ഓരോ പേഷ്യൻസിനെയും ഓരോ സ്റ്റാഫിനെയും കണ്ട് അവരെ ഇന്റർവ്യൂ ചെയ്ത് നമുക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളും കളക്ട് ചെയ്യാം. ഓർ ബൈ യൂസിങ് ക്വസ്റ്റ്യനേഴ്സ്, നമ്മുടെ ക്വസ്റ്റ്യനേഴ്സ് യൂസ് ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യനേഴ്സ് പറഞ്ഞില്ലേ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ആ ക്വസ്റ്റ്യനേഴ്സ് ചെയ്തിട്ട് ടെസ്റ്റ് ക്വസ്റ്റ്യനേഴ്സ് കളക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് അത് ഓരോരുത്തർക്കും സെൻഡ് ചെയ്ത് അവരെ കൊണ്ട് ഫിൽ ചെയ്ത് ആ ഇൻഫർമേഷൻ വാങ്ങിച്ച് അത് അനലൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാസ് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഡിഫറെന്റ് പേപ്പേഴ്സ് ഡാറ്റ കളക്ഷൻ ഉണ്ട്, നമ്മുടെ ഡയറക്റ്റ് ഇന്റർവ്യൂ ഉണ്ട്, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ഉണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ. അപ്പൊ നമ്മൾ നല്ലൊരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു മെത്തേഡിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട്. ഈ സാമ്പിൾ സൈസ് ആണ്. You don't need a big or scientifically significant sample for an audit. നമ്മൾ ഒത്തിരി വലുതോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എന്താ വേണ്ട ഡാറ്റാസ് കാര്യങ്ങളും കളക്ട് ചെയ്യുന്നില്ല. ബട്ട് യു ഡു നോട്ട് നീഡ് എ ഫെയർ സാമ്പിൾ ദാറ്റ് റെപ്രസെന്റ് all the patient case or record. നമ്മുടെ എല്ലാ പേഷ്യൻസിന്റെയും എല്ലാ കേസും റെക്കോർഡ്സും കാര്യങ്ങളും യൂസ് ചെയ്ത് സ്റ്റഡി നടത്തുന്നതില്ല. ethical issue should be given due consideration. നമ്മൾ അതിൽ നിന്ന് സാമ്പിൾസ് സെലക്ട് ചെയ്ത് അതിനെ കുറിച്ച് പഠനം നടത്തിയാൽ മതി. Data collected must relate to only to the objective. നമ്മളുടെ ഓഡിറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡാറ്റാസും റെക്കോർഡ്സും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠനം നടത്തുന്നത്. പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ് കോൺഫിഡൻറ്റ്ലി നീഡഡ് ടു ബി റെസ്പെക്ട്. നമ്മൾ ഈ ഡാറ്റാസും കാര്യങ്ങളും അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളുമാണ് പേഷ്യൻസിന്റെ ഡാറ്റ, പേഷ്യന്റ് നോട്ട് അല്ലെങ്കിൽ റെക്കോർഡ്, കേസ് സ്റ്റഡി ഒക്കെ നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ അവരുടെ ആ ഒരു എന്താ പറയാ ആ ഒരു ഇൻഫർമേഷൻസും കാര്യങ്ങളും മിസ്യൂസ് ചെയ്യാത്ത രീതിയിൽ മാക്സിമം റെസ്പെക്റ്റോട് കൂടി അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഈ ഡാറ്റാസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുമ്പോൾ അത് റെസ്പെക്ട് ചെയ്ത് നമ്മളത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. ബാഡ് ആയിട്ടുള്ള ഇന്റൻഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഞാൻ ആദ്യത്തെ 4 പോയിന്റ്സ് ആണ് ഇന്ന് പറഞ്ഞത്. ഫസ്റ്റ് എന്താണ് നമ്മുടെ പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണ്ട ബെസ്റ്റ് സ്റ്റാൻഡേർഡ് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസ് ആ ബെസ്റ്റ് സ്റ്റാൻഡേർഡ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. പിന്നെ നമ്മുടെ മെത്തഡോളജി, നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന മെത്തഡോളജി, ടൈപ്സ് ഓഫ് ഓഡിറ്റ്, മെത്തേഡ് ഓഫ് ഓഡിറ്റ് നമ്മളത് സ്റ്റേറ്റ് ചെയ്യണം. ഫസ്റ്റ് പൈലറ്റ് ഡാറ്റ കളക്ഷൻ കണ്ടക്ട് ചെയ്യാം. അതിനുശേഷം അത് ഓക്കെ ആണ്, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതി ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ ഡാറ്റ കളക്ഷനിലേക്ക് പോകാം. കളക്ട് ഡാറ്റ അത് ഇവിടെ ഇന്റർവ്യൂ മെത്തേഡോ ക്വസ്റ്റ്യനെയർ മെത്തേഡോ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് ഡാറ്റാസ് വേണം എന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഡീൽ ചെയ്യുന്ന റെക്കോർഡ്സ്, പേഷ്യൻസ് അത് നമ്മളുടെ ഓഡിറ്റ് ടോപ്പിക് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം. നമ്മുടെ ഓഡിറ്റ് ഒബ്ജക്റ്റീവ് എന്താണോ അതായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കളക്ട് ചെയ്യാനും ഡീൽ ചെയ്യാനും വേണ്ടത്. ഓക്കെ ആണോ? ഫസ്റ്റ് മുതൽ 4th പോയിന്റ് വരെ ഒന്ന് റീഡ് ചെയ്യോ? ഫസ്റ്റ് മുതൽ 4th വരെ ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. അതിൽ ഞാൻ പറഞ്ഞ മീനിങ് വെച്ചിട്ട് അത് റീഡ് ചെയ്യണം കേട്ടോ. ആ മീനിങ് മനസ്സിലാക്കിയിട്ട് റീഡ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും.
റീഡ് ചെയ്തു എല്ലാവരും. ഇനി ഫിഫ്ത് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഫിഫ്ത് സ്റ്റേജ് എന്ന് പറയുന്നത് അനലൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്നാണ് ഫിഫ്ത് സ്റ്റേജ് പറയുന്നത്. സ്റ്റേജ് അനലൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ് ഫിഫ്ത് സ്റ്റേജ് വരുന്നത്. കമ്പയർ ദ കളക്റ്റഡ് ഡാറ്റ വിത്ത് സ്റ്റാൻഡേർഡ്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റാസും നമ്മൾ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഗൈഡൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇൻ ദ സ്റ്റാൻഡേർഡ്സ്. അത് നമ്മളൊരു കമ്പാരിസൺ കണ്ടക്ട് ചെയ്യുന്നൊരു സ്റ്റേജ് ആണ് ഏത് ഫിഫ്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ദ ഗ്യാപ്പ് ആൻഡ് കോസസ്. ഈ ഒരു സ്റ്റേജിൽ തന്നെ എന്തെല്ലാം ഡിഫറൻസ് ഉണ്ട്, അതിനെന്താണ് കാരണം എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യും. ആൻഡ് പ്രിപ്പയർ ആൻഡ് പ്രസന്റ് ദ റിസൾട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ആൻഡ് റിപ്പോർട്ടിംഗ് സ്റ്റേജിൽ ചെയ്യുന്നത്. കമ്പയർ കളക്റ്റഡ് ഡാറ്റ വിത്ത് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയും സ്റ്റാൻഡേർഡ്സും നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. ഐഡന്റിഫൈ ദ ഗ്യാപ്പ് ആൻഡ് കോസസ്. ഗ്യാപ്പും കോസസും എന്താണ് ഡിഫറൻസ് ഉള്ളത്, അതിനെന്താണ് കാരണം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. പ്രിപ്പയർ ആൻഡ് പ്രസന്റ് ദ റിസൾട്ട്. നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്തു, നമ്മൾ ആ കോസസ് കണ്ടെത്തി, അതിന്റെ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ പ്രസന്റ് ചെയ്യും. ഈ മൂന്ന് കാര്യങ്ങളാണ് അനലൈസ് ആൻഡ് റിപ്പോർട്ടിംഗിൽ വരുന്നത്. The collected data is analyzed. Results are compared with the criteria and standards. Already നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ആയിട്ട് നമ്മൾ റിസൾട്ട് എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. അടുത്ത സ്റ്റേജ് ആണ് സിക്സ്ത് സ്റ്റേജ്, മേക്ക് റെക്കമെൻഡേഷൻ. നമ്മൾ എന്ത് ചെയ്യും, സജഷൻസും ഇംപ്രൂവ്മെന്റ്സ് ബേസ്ഡ് ഓൺ റിസൾട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യും. ഇതിനൊക്കെ റെക്കമെൻഡേഷൻസ് വരണം, ഇതിന്റെ ഇംപ്രൂവ്മെന്റ്സ് നല്ലതായിട്ടുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യും, സജസ്റ്റ് ചെയ്യും. റെക്കമെൻഡേഷൻ ഷുഡ് ബി പ്രാക്ടിക്കൽ. നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റുന്ന റെക്കമെൻഡേഷൻസ് ആയിട്ട് കൊടുക്കണം. കാരണം ഓർഗനൈസേഷന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സും ഫണ്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് റെക്കമെൻഡേഷൻ കൊടുക്കാനായിട്ട്. ഫോക്കസ് ഓൺ ഇംപ്രൂവിംഗ് പേഷ്യന്റ് കെയർ. നമ്മൾ എപ്പോഴും റെക്കമെൻഡേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ നോക്കാം. Make recommendation. Once the result of audit are analyzed, നമ്മൾ ഓഡിറ്റ് റിസൾട്ട് അനലൈസ് ചെയ്തതിനു ശേഷം discussed and area for potential improvements are identified. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യണം, ഓഡിറ്റ് ടീമായിട്ട് ഡിസ്കസ് ചെയ്ത് ഏത് ഏരിയയിലാണ് പൊട്ടൻഷ്യൽ ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളും കൊണ്ടുവരുന്നത് ആർ ഐഡന്റിഫൈഡ്. അത് ഐഡന്റിഫൈ ചെയ്യണം. റെക്കമെൻഡേഷൻ ഫോർ ഇംപ്രൂവ്മെന്റ് ആർ ഫോർമുലേറ്റഡ്. നമ്മൾ ഈ റെക്കമെൻഡേഷൻ കൊണ്ടുവരണം, എന്തെല്ലാം ഇംപ്രൂവ്മെന്റ് വരുത്തണം, അതിന് വേണ്ട റെക്കമെൻഡേഷൻസ് കാര്യങ്ങൾ ഫോർമുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഫോർത്ത് സ്റ്റേജിൽ മേക്ക് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. സെവൻത് സ്റ്റേജിൽ ഇംപ്ലിമെന്റ് ദ ചേഞ്ച്, പ്രിപ്പയർ ആക്ഷൻ പ്ലാൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ചുള്ള ആക്ഷൻ പ്ലാൻ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്യും. പ്രിപ്പയർ ആക്ഷൻ പ്ലാൻ, അസൈൻ റെസ്പോൺസിബിലിറ്റി. ചേഞ്ച് റെസ്പോൺസിബിലിറ്റിയിലൊക്കെ മാറ്റം വരണം, ഇതിന്റെ കാര്യങ്ങൾ ഇന്നയാള് മേലോട്ട് നയിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ അസൈൻ ചെയ്യണം. റെക്കമെൻഡഡ് ചേഞ്ചസ് ഇൻ ടു പ്രാക്ടീസ്. നമ്മൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അത് അവര് നടപ്പിലാക്കണം, അത് പ്രാക്ടീസ് ആക്കണം. ഓക്കെ, സെവൻത് പോയിന്റ് ആണ് ഇംപ്ലിമെന്റ് ചേഞ്ച്. ആൻ ആക്ഷൻ പ്ലാൻ ഷുഡ് ബി മെയ്ഡ് ഫോർ ഇംപ്ലിമെന്റിംഗ് ദ ചേഞ്ച്. ആ മാറ്റം വരുത്താൻ അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഇംപ്ലിമെന്റ് അല്ലെങ്കിൽ ആ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആക്ഷൻ പ്ലാൻ റെക്കമെൻഡ് ചെയ്യണം. അടുത്തതാണ് എയ്ത്ത് പോയിന്റ്, റീ ഓഡിറ്റ്. നമ്മൾ റിപ്പീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ആഫ്റ്റർ ഇംപ്ലിമെന്റേഷൻ വീണ്ടും നമ്മൾ റിപ്പീറ്റ്ലി ഈ ഒരു കാര്യം വീണ്ടും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും, റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഓഡിറ്റ് വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. റിപ്പീറ്റ് ദ ഓഡിറ്റ് ആഫ്റ്റർ ഇംപ്ലിമെന്റേഷൻ. നമ്മൾ ഇംപ്ലിമെന്റേഷന് ശേഷം നമ്മൾ വീണ്ടും ഓഡിറ്റ് ചെയ്യണം. ചെക്ക് ഇഫ് ഇംപ്രൂവ്മെന്റ് ആർ ഒക്കേർഡ്. ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ടോ, നമ്മൾ പറഞ്ഞ റെക്കമെൻഡേഷൻ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ. എൻഷുർ ദ ക്വാളിറ്റി ഓഫ് ഇംപ്രൂവ്മെന്റ്. ആ മാറ്റം വരുത്തിയത് നല്ല ക്വാളിറ്റി വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അത് നോക്കാം, ഓഡിറ്റ് ആണ്. ആഫ്റ്റർ ആൻ എഗ്രീഡ് പീരീഡ് ഓഫ് ഇംപ്ലിമെന്റിംഗ് ദ ചേഞ്ചസ്. ആ ചേഞ്ചസ് വന്നതിന് എഗ്രീഡ് പീരീഡ് കഴിയുമ്പോൾ ദ ഓഡിറ്റ് ഷുഡ് ബി റിപ്പീറ്റഡ്. നമ്മൾ ആ ഒരു ഓഡിറ്റ് വീണ്ടും കണ്ടക്ട് ചെയ്യണം.
Same strategy used for original audit should be used to ensure comparability. നമ്മുടെ ഒറിജിനൽ ഓഡിറ്റ് ആദ്യം കണ്ടക്ട് ചെയ്തപ്പോൾ യൂസ് ചെയ്ത അതേ സ്ട്രാറ്റജീസ് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യണം. കാരണം സെയിം മെത്തേഡ് ആണെങ്കിൽ നമുക്ക് കമ്പാരിസൺ ഈസി ആയിരിക്കും. ആദ്യം ഇതിനെ മാറ്റി പറ്റിയിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സെയിം സ്ട്രാറ്റജി തന്നെ ഫോക്കസ് ചെയ്യണം. The re-audit should be revealed that the change have been implemented and improvement has been made. അപ്പൊ re-audit കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഓഡിറ്റ് ചെയ്ത് സജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇംപ്രൂവ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഹാസ് ബീൻ മേഡ്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്ത് നൽകുന്നത് ഏതാണ്? റീഓഡിറ്റ് ആണ്. അപ്പൊ നമ്മുടെ ഓഡിറ്റ് എന്ന് പറയുന്നത് 7 സ്റ്റേജസിലൂടെയാണ് ഓഡിറ്റിംഗ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ടോപ്പിക് ഐഡന്റിഫൈങ് ആണ്. നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ്, നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഗൈഡ് ലൈൻസ് നോക്കിയിട്ട് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ഏത് സ്റ്റാൻഡേർഡ് ആണ് ബെസ്റ്റ് എന്ന് കണ്ടെത്തുകയാണ്. ഡിഫൈൻ മെത്തഡോളജി, നമ്മുടെ മെത്തേഡ് ഓഫ് ഓഡിറ്റ് കണ്ടെത്തുക. പിന്നെ പൈലറ്റ് സർവേ ഡാറ്റ കളക്ഷൻ, പൈലറ്റ് ഡാറ്റ കളക്ഷൻ കണ്ടക്ട് ചെയ്തിട്ട് വേണം ഒറിജിനൽ ഡാറ്റ കളക്ഷനിലേക്ക് വരാൻ. കാരണം പൈലറ്റ് ഡാറ്റ കളക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മെത്തേഡ് അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ കളക്ഷൻ എന്തെങ്കിലും ഡിഫറൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അതിനുശേഷം ഡിഫറെന്റ് രീതിയിൽ ഡാറ്റാസ് കളക്ട് ചെയ്യും. ഇന്റർവ്യൂ മെത്തേഡോ, സ്നെയർ മെത്തേഡോ, സാമ്പിൾ സർവേയോ, അങ്ങനെ നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? ഡാറ്റാസ് കളക്ട് ചെയ്യാം. കളക്ട് ചെയ്ത ഡാറ്റാസ് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ കമ്പാരിസൺ കണ്ടക്ട് ചെയ്യണം. ഈ അനലൈസിംഗ് സ്റ്റേജിലാണ് സ്റ്റാൻഡേർഡ് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയും തമ്മിൽ എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നതും ആ ഗ്യാപ്പ്, അതിന്റെ ഡിഫറൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്തതിനു ശേഷമായിരിക്കും ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റെക്കമെൻഡേഷൻ വരുന്നത്. ഇതിന്റെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, ഇതിന്റെ ചേഞ്ചസ് വരണം എന്നുള്ള റെക്കമെൻഡേഷൻസ് വരുന്നത്. മേക്ക് റെക്കമെൻഡേഷൻ ആണ് നെക്സ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് ഈ റെക്കമെൻഡേഷൻ അനുസരിച്ച് ചേഞ്ചസ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത്. ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ് അവിടെ സ്റ്റോപ്പ് ആവല്ല, വീണ്ടും ഈ ഒരു പ്രോസസ് കണ്ടിന്യൂസ്ലി നടക്കുകയാണ്. എന്താണ്? റീ ഓഡിറ്റിലൂടെ വീണ്ടും കണ്ടിന്യൂസ്ലി ഒരു സർക്കിൾ പോലെ അതെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതിനെ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സ്റ്റേജസ് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്ററിൽ അത്യാവശ്യം ഈസി ആയിട്ടുള്ള പോർഷൻ ആണത്. ഓക്കെ, എല്ലാവരും ഒന്ന് റീഡ് ചെയ്യോ? 5th മുതൽ 8th വരെ അല്ലേ ഇപ്പൊ പറഞ്ഞത്? അതൊന്ന് റീഡ് ചെയ്യോ? റീഡ് ചെയ്തേ.
എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ. ഇനി നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒത്തിരി ചലഞ്ചസ് അല്ലെങ്കിൽ ബാരിയേഴ്സ് ഫേസ് ചെയ്യേണ്ടി വരും. കുറച്ച് തടസ്സങ്ങൾ അല്ലെങ്കിൽ ബാരിയേഴ്സ് നമ്മൾ ഈ ഒരു ഓഡിറ്റ് പ്രോസസ്സിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് എന്തെല്ലാം ചലഞ്ചസ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം ബാരിയേഴ്സ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാം. Challenges that may be encountered. The main barriers to clinical audit can be classified as follows. മെയിൻ ആയിട്ട് നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന ബാരിയേഴ്സ് ആണ് നിങ്ങൾ ടെസ്റ്റിൽ കാണുന്നത്. അത് 9 points ആണെന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്റ്റാഫ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് ടീം ഫേസ് ചെയ്യുന്ന കുറച്ച് ചലഞ്ചസ് ഉണ്ട്. ചലഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തടസ്സങ്ങൾ അത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും, ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാനായിട്ട് പോകുന്നത്. മെയിൻ ബാരിയേഴ്സ് ടു ദ ക്ലിനിക്കൽ ഓഡിറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. ഫസ്റ്റ് പറയുന്നത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ കുറവ് വൺ ഓഫ് ദ ബാരിയർ ആയിട്ടാണ് പറയുന്നത്. നമ്മുടെ ഓഡിറ്റ് ടീം മെമ്പേഴ്സ് തമ്മിൽ എന്താണ് മോട്ടിവേഷന്റെ അഭാവം അത് വളരെ കൂടുതലായിരിക്കും. ഓഡിറ്റ് ടീമിന് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്റ് ചെയ്ത് ഈ വേരിയേഷൻ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്? കാരണം അവർക്ക് മോട്ടിവേഷൻ കുറവായിരിക്കും. പിന്നെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശീലനം ആവശ്യമാണ്. ഓഡിറ്റിംഗ് ടീമിന് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിക്കണം എന്നൊക്കെ നമ്മൾ നോക്കി. സോ ട്രെയിനിങ് കുറവാണെങ്കിൽ അതൊരു ബാരിയർ ആണ്. കാരണം കറക്റ്റ് ആയിട്ട് നമുക്ക് ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ലാക്ക് ഓഫ് റിസോഴ്സസ്, നമുക്ക് ആവശ്യത്തിന് എന്താ പറയാ റിസോഴ്സസിന്റെ അഭാവം, ടൈം, സ്റ്റാഫ്, നോളജ് അല്ലെങ്കിൽ നോളജ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്സിന്റെ കുറവ് ഇതിനെ എന്ത് ചെയ്യും അഫക്ട് ചെയ്യും. കാരണം നമുക്ക് കറക്റ്റ് ആയിട്ട് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ്. നമ്മൾ ആദ്യം മുതലേ പറയുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ് ആണ്. സോ ടൈം കുറവാണെങ്കിൽ നമുക്ക് ഓഡിറ്റ് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ സ്റ്റാഫ്സ് ഇല്ലെങ്കിൽ സ്റ്റാഫ്സ് ഓഡിറ്റ് ചെയ്യാനായിട്ട് സ്റ്റാഫ്സ് കുറവാണെങ്കിൽ അത് നമ്മളെ അഫക്ട് ചെയ്യും, ബാഡ്ലി അഫക്ട് ചെയ്യും നമ്മുടെ ഓഡിറ്റിനെ. പിന്നെ നോളജ്, ഈ ഓഡിറ്റിനെ കുറിച്ച് അറിവുള്ളവർക്ക് മാത്രമായിരിക്കും ഈ ഓഡിറ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിന്റെ ഒരു അഭാവം പ്രശ്നമാണ്. പിന്നെ ലാക്ക് ഓഫ് എക്സ്പെർട്ടൈസ് ഓർ അഡ്വൈസ് ഇൻ പ്രൊജക്ട് ഡിസൈൻ ആൻഡ് അനലൈസ്. നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ കുറവാണ്. ഓഡിറ്റ് ടീമിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ കുറവാണ്. പ്രൊജക്ട് ഡിസൈനോ അനലൈസ് ചെയ്യാനൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം ഈ പ്രൊജക്ട് ഡിസൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ പ്രോബ്ലംസ് സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഡാറ്റാസും നമ്മുടെ സ്റ്റാൻഡേർഡ് തമ്മിൽ കമ്പയർ ചെയ്യാനൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അങ്ങനെ കുറവാണെങ്കിൽ എന്താണ് നമ്മുടെ ഓഡിറ്റിനെ ബാഡ്ലി അഫക്ട് ചെയ്യും. പ്രോബ്ലം ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ്, നമുക്കറിയാം ഒത്തിരി ഇൻഡിവിജ്വൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡിഫറെന്റ് ക്വാളിഫിക്കേഷൻസ് ഉള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും നമ്മൾ ഓഡിറ്റ് ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്കറിയാം ഹ്യൂമൻ ആണ്, കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാണെങ്കിൽ അത് നമ്മുടെ ഓഡിറ്റിനെ ബാഡ്ലി അഫക്ട് ചെയ്യും. പ്രോബ്ലംസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആൻഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ്, ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ. ലാക്ക് ഓഫ് ആൻ ഓവറോൾ പ്ലാൻ ഫോർ ഓഡിറ്റ്, ഒരു എന്താ പറയാ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓവറോൾ പ്ലാൻ ഇല്ലായ്മ അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. ഓർഗനൈസേഷണൽ ഇംപ്ലിമെന്റ്സ്, നമ്മുടെ ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങള്, സംഘടനയുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, നല്ല രീതിയിലുള്ള റിസോഴ്സസ് സ്റ്റാഫിനെ ഒന്നും നമുക്ക് കറക്റ്റായിട്ട് തരുന്നില്ലെങ്കിൽ അത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. പിന്നെ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ ഇൻ ചേഞ്ചിങ് ദ പ്രാക്ടീസ്, ഫോളോ ചെയ്യുന്ന പ്രാക്ടീസ് ആണ് അത് പോസിറ്റീവ് ഫോളോ ചെയ്തിരിക്കുന്ന പ്രാക്ടീസ് ആണ്. അത്രക്ക് മാറ്റം വരുത്തുമ്പോൾ കുറച്ച് ഡിലേ വരും. നമ്മൾ സജഷൻസും കാര്യങ്ങളും പറയുമ്പോൾ ആ സജഷൻസോ റെക്കമെൻഡേഷനോ അനുസരിച്ച് അത് മാറാൻ ഡിലേ ആവുകയാണെങ്കിൽ അതൊരു പ്രോബ്ലം ആണ്. ഫെയിലിയർ ടു യൂസ്
nationally set standards and use of resource on many small local projects. നമുക്ക് ചെറുകിട പദ്ധതികൾ നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ സ്മോൾ സ്കെയിലിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് എല്ലാം കീപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. നമ്മൾ പറഞ്ഞു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് നോക്കുമ്പോൾ ചെറിയ ലോക്കൽ പ്രൊജക്റ്റിനൊക്കെ നമുക്ക് അത്രയും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവിടെ പറഞ്ഞത് ചലഞ്ചസ് ആണ്. ലാക്ക് ഓഫ് മോട്ടിവേഷൻ പറഞ്ഞു, മോട്ടിവേഷന്റെ അഭാവം, പ്രോപ്പർ ആയിട്ട് സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കിട്ടാത്തതിന്റെ അഭാവം, നമുക്ക് പ്രോപ്പർ ടൈം ഇല്ലാത്തതിന്റെ അഭാവം, സ്റ്റാഫുകൾ നോളജ് സ്റ്റാഫിന് സ്റ്റാഫിന് കിട്ടാത്തതിന്റെ അഭാവം, പിന്നെ ഈ ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള വ്യക്തികൾ ഇല്ലാത്തതിന്റെ അഭാവം, ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്ട്, പിന്നെ ലാക്ക് ഓഫ് ഓവറോൾ പ്ലാൻ ഫോർ ഓഡിറ്റ്. ഓഡിറ്റിന് ഒരു ഓവറോൾ പ്ലാൻ ഇല്ലാത്ത ഒരു പ്രശ്നമാണ്. ഓർഗനൈസേഷണൽ ഇംപ്ലിമെന്റ്സ്, നമ്മുടെ ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കാര്യങ്ങൾ നടത്താനായിട്ട് താല്പര്യപ്പെടുന്നു. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ, പിന്നെ എന്താണ് നമ്മള് ചെറിയ ഓർഗനൈസേഷൻസ് ഒക്കെ ആവുമ്പോൾ എന്താണ് നമുക്ക് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് പ്രൊമോട്ടിങ് ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റ് പ്രൊമോട്ട് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് അടുത്ത പോർഷനിൽ പറയുന്നത്. പ്രൊമോട്ടിങ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ് പോർഷൻ. ആദ്യം പറയുന്നത് സപ്പോർട്ടീവ് ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്. നമുക്ക് വേണ്ടത് ക്ലിനിക്കൽ ഓഡിറ്റ് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യണമെങ്കിൽ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് വേണം. സൗണ്ട് ലീഡർഷിപ്പ്, നമ്മുടെ ലീഡർഷിപ്പ് നല്ല സൗണ്ട് ഉള്ള ലീഡർഷിപ്പ് ആയിരിക്കണം, സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. ആൻഡ് ഡയറക്ഷൻസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം, ഇത്രയും കാര്യങ്ങൾ വേണം. നല്ല ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്, നല്ലൊരു സൗണ്ട് ലീഡർഷിപ്പ് വേണം. നമ്മൾ നയിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ലീഡ് ചെയ്യാനായിട്ട് നല്ലൊരു ലീഡർഷിപ്പ് വേണം. ഡയറക്ഷൻ ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് പ്രോഗ്രാമിന് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള പാത്തിൽ പോകാനായിട്ട് നമുക്ക് വേണം. ദെൻ ബി പോയിന്റ് ഒരു പറയുന്ന വീണ്ടും ലീഡർഷിപ്പ് ആണ്. സൗണ്ട് ലീഡർഷിപ്പ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ലീഡറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവര് നമ്മള് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മള് വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് നല്ല ടാസ്ക് ആണ്. സോ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം ഈ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടീമിനെ ലീഡ് ചെയ്യാനായിട്ട്. പ്രാക്ടിക്കൽ മെക്കാനിസം ടു മേക്ക് ഡാറ്റ കളക്ഷൻ ഈസിയർ ഇൻക്ലൂഡ് മോഡേൺ മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റം. നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മെക്കാനിസംസ് യൂസ് ചെയ്യും. ഡാറ്റ കളക്ഷൻ കുറച്ചും കൂടി ഈസി ആക്കാം. നമുക്കറിയാലോ മോഡേൺ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് കാര്യങ്ങളെ കുറിച്ചിട്ട് അതിൽ നമുക്ക് ഇൻഫർമേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി ഇംപ്രൂവ് ദ ലിങ്ക് ബിറ്റ്വീൻ ഡാറ്റ കളക്ഷൻ ആൻഡ് ഓഡിറ്റ്. നല്ല രീതിയിൽ എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജിയും കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, റുട്ടീൻ ഡാറ്റ കളക്ഷൻ ഡാറ്റാസ് കാര്യങ്ങളും കളക്ട് ചെയ്യാനും ഓഡിറ്റ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു ഫാക്ടറാണ് ഡെഡിക്കേറ്റഡ് സ്റ്റാഫ്. നമ്മുടെ ഒപ്പം എന്തിനും സപ്പോർട്ട് ആയിട്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം തന്നെയാണ് ഡെഡിക്കേറ്റഡ് സ്റ്റാഫ്. സ്ട്രാറ്റജി ആൻഡ് പ്ലാനിങ് ഇൻ ഓഡിറ്റ് പ്രോഗ്രാം. നമ്മുടെ സ്ട്രാറ്റജീസ് കാര്യങ്ങൾ നടപ്പിലാക്കണം. പ്ലാനിങ് ഓഡിറ്റ് പ്രോഗ്രാം എങ്ങനെ നടത്തണം, അതിന്റെ പ്ലാൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. റിസോഴ്സ് ആൻഡ് സപ്പോർട്ട് ഫോർ ഓഡിറ്റ് പ്രോഗ്രാം. നമ്മുടെ ഓഡിറ്റ് പ്രോഗ്രാമിന് വേണ്ട റിസോഴ്സ്, സ്റ്റാഫ്, കോസ്റ്റ്, ടൈം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തണം. അതിന് വേണ്ട സപ്പോർട്ട്സും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. ഓഡിറ്റ് ക്യാൻ ആർഗ്യുമെന്റ്സ് ബോത്ത് കരിയർ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ഓഡിറ്റ് എന്ന് പറയുന്നത് കരിയർ ഡെവലപ്മെന്റും അതെ പ്രൊഫഷണൽ ഡെവലപ്മെന്റും ആണ്. നമ്മുടെ നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് നല്ല രീതിയിൽ നമുക്ക് ആ സർവീസും കാര്യങ്ങളും പേഷ്യൻസിന് എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ട്രെയിനിങ് ഇൻ ഓഡിറ്റ് ടെക്നിക്സ്. നമ്മുടെ സ്റ്റാഫ്സിന് നല്ല രീതിയിൽ ട്രെയിനിങ് ഓഡിറ്റ് ടെക്നിക്സിനെ കുറിച്ചിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. റിവ്യൂ സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാംസ്. നമ്മുടെ നല്ല സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാംസ് സ്റ്റാഫുകൾക്ക് കൊടുത്ത് അവരെ ട്രെയിൻഡ് ആക്കണം. നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തികളാക്കി മാറ്റണം.
ഇത്രയുമാണ് ഓഡിറ്റിന്റെ പ്രൊമോട്ടിംഗ് ക്ലിനിക്കൽ ഓഡിറ്റ് വരുന്നത്. അപ്പൊ എന്തെല്ലാമാണ് ബാരിയേഴ്സ് എന്നുള്ളത്, പിന്നെ കറക്റ്റ് ആയിട്ട് ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് ഒന്ന് റീഡ് ചെയ്യും. റീഡ് ചെയ്തിട്ട് പറയണോ കേട്ടോ. എല്ലാവരും റീഡ് ചെയ്തു. നമ്മള് ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷനിലേക്ക് വരാണ്. ക്ലിനിക്കൽ ഓഡിറ്റ് ദ കോർണർസ്റ്റോൺ ഓഫ് ക്ലിനിക്കൽ ഗവേണൻസ്. ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ്. ക്ലിനിക്കൽ ഗവേണൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂലക്കല്ലാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. Ensure that the strategy is executed as planned. ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന സ്റ്റേജ് ആണ്. And in the process provide a framework to highlight and enable changes to be incorporated, ensuring improved patient care. ഈ ക്ലിനിക്കൽ ഓഡിറ്റ് മെയിൻ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത് വേണ്ടിയിട്ടാണ് നമ്മള് എൻഷുർ ചെയ്യാണ് നമ്മുടെ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള കെയർ കാര്യങ്ങൾ ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്ത് ആ ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. If old culture is to be satisfied, നമ്മൾ നല്ലൊരു ഓഡിറ്റ് കൾച്ചർ ആണെങ്കിൽ there is no need, no blame culture. ചില വേറെ തടസ്സങ്ങൾ വരേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. There should be no blame or shame. പക്ഷെ നമുക്ക് വേറെ തടസ്സങ്ങളോ ബ്ലെയിംസോ ഒന്നും വരില്ല. Focus should only be on patient care. നമ്മളെപ്പോഴും പേഷ്യൻസ് കെയർ ഇംപ്രൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ഓഡിറ്റിംഗ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാൻ. പേഷ്യൻസിന് എങ്ങനെ ബെറ്റർ ആയിട്ടുള്ള സർവീസ് കൊടുക്കാം, പേഷ്യൻസിനെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാം എന്നതാണ് നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പർപ്പസ്. It must be restrained that research need the word investigate
സെർച്ച് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റ് എന്നുള്ള അർത്ഥമാണ്, കണ്ടുപിടിക്കുവാനും അർത്ഥമാണ്. പക്ഷെ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അത് ഇംപ്രൂവ് ആണ്, പേഷ്യൻസിന്റെ കെയർ ഇംപ്രൂവ് ചെയ്ത രീതിയിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്, നമുക്ക് നിരീക്ഷണ കാര്യങ്ങൾ കൊടുക്കുക. ഇതാണ് ഓഡിറ്റിന്റെ ലക്ഷ്യം. ഇത് potential of the clinical audit can be utilized only when open-mindedness and innovativeness are encouraged and evidence-based culture calculated. നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് എപ്പോഴും ഓപ്പൺ മൈൻഡ് ആയിട്ട് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് ഓപ്പൺ മൈൻഡ് ആയിരിക്കണം, ഇന്നോവേറ്റീവ് ആയിരിക്കണം, എവിഡൻസ് ബേസ്ഡ് വർക്ക് കൾച്ചറാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അത് എവിഡൻസ് ബേസ്ഡ് ആയിട്ടായിരിക്കണം, കറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കും. ക്ലിനിക്കൽ ഓഡിറ്റ് നോട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു പ്രോസസ് അല്ല, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു ലെങ്തി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, പ്രോസസ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ഓഡിറ്റ് കൺസിസ്റ്റ് ഓഫ് മെഷറിംഗ് the clinical outcome or process. Clinical outcome and clinical process measure ചെയ്യുക. എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? നമ്മൾ ഓൾറെഡി വെൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് പ്രിൻസിപ്പിൾസ് നോക്കിയിട്ടൊക്കെ നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓഫ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻസ്, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് കമ്പയർ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക. ഇനി എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിന് വേണ്ട എന്താണ് റെക്കമെൻഡേഷൻ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങളും നടത്തി നമ്മുടെ പേഷ്യൻസിന് ഏറ്റവും നല്ല രീതിയിൽ കെയർ കാര്യങ്ങൾ കൊടുക്കുക എന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ക്ലാസ്സിൽ വരുമ്പോൾ ക്ലിനിക്കൽ ഓഡിറ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക. മേബി ഒരു 2 or 3 ക്ലാസ്സസ് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ചാപ്റ്ററിന്റെയും ഒരു റിവിഷൻ വെക്കുന്നുണ്ട്. അതിൽ നിന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും അതേപോലെ ഏതെങ്കിലും ടോപ്പിക്സ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ആ ചാപ്റ്ററിന്റെ ആ ഒരു പ്രോബ്ലം വീണ്ടും എടുത്തരാം. ഓക്കെ, നമുക്ക് റിവൈസ് ചെയ്ത് നല്ല രീതിയിൽ നല്ലത് പഠിക്കാമല്ലോ. റിവിഷൻ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ആ ഒരു എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് സപ്പോർട്ട് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സോൾവ് ചെയ്ത് തരാനായിട്ട് ശ്രമിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.